എഡി തോമസ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എഡി തോമസും കേട്ടിരിക്കും. ഇവിടെ മാധ്യമങ്ങൾക്കാണോ ഈ കേസിൽ അജിത് കുമാറിനെതിരായ നടപടിയിൽ ധൃതിയുള്ളത്? നിങ്ങൾക്ക് ധൃതിയില്ലേ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും വ്യാപകമായി ഈ ചോദ്യം ഉയരുന്നുണ്ട്. അത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന മുഴുവൻ മനുഷ്യരും എം.ആർ. അജിത് കുമാർ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെതിരെ, കാക്കിയിട്ട ക്രിമിനലിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അത് മാധ്യമങ്ങളുടെ മാത്രം ഒരു ആവശ്യമായി കാണുന്നില്ല. പിന്നെ മാധ്യമങ്ങൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു കടമയാണ്. അത് മാധ്യമധർമ്മമാണ്. അത് തുടരണമെന്ന് തന്നെ ഉള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അത് തെറ്റാണ് എന്നൊരു അഭിപ്രായം കൂടിയാണ് എടി പറയുന്നത്. നോക്കൂ, ഇതിൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ സാങ്കേതികത്വം നിറഞ്ഞ മറുപടികളാണ്. അതിൽ അങ്ങ് തൃപ്തരാണോ? കാരണം ഇതിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു നടപടി എടുക്കുമ്പോൾ, ഒരു നയപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതായി വരുമെന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇപ്പൊ മുൻകാലങ്ങളിൽ LDF സർക്കാർ TP സെൻകുമാറിനെതിരെ എടുത്ത നടപടി പിന്നീട് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ ഒരു പകപോക്കൽ ഉണ്ടായി എന്ന ഒരു വാദം മറുപക്ഷത്തിന് ഉന്നയിക്കാതിരിക്കാൻ പഴുതടച്ച ചില തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ താമസം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ ആദരണീയനായ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എഡി തോമസ്, ഇപ്പോൾ ആദ്യ അന്വേഷണ സംഘം തയ്യാറാക്കിയ യഥാർത്ഥ കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ച ശേഷമാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കി തിരുത്തി എഴുതിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. അരുൺ തയ്യാറാക്കിയ ആദ്യ ഡയറിയിൽ മർദ്ദനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്നിറങ്ങിയ വെള്ള ഷർട്ട് ധരിച്ച ആളും കറുത്ത സൂട്ട് ധരിച്ച 3 പേരും ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചുവെന്നും ഇതിനിടെ ലോക്കൽ പോലീസിനും പരിക്കേറ്റുവെന്നും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളും മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തണമെന്നുള്ള കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കണമെന്നും ആദ്യ ഡയറിയിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ വിവരങ്ങളെല്ലാം ഒഴിവാക്കിയാണ് കേസ് ഡയറി അജിത് കുമാർ തിരുത്തിയത്. അപ്പോൾ ഈ തിരുത്തലിന് മുൻപും ശേഷവുമുള്ള 2 കേസ് ഡയറികളും നിലവിൽ SITയുടെ പക്കലുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനകം തന്നെ SITയുടെ പക്കലുണ്ട്. ഇനി ഈ SITയുടെ കയ്യിലില്ല എന്ന് പറയുന്നത് അജിത് കുമാർ വിളിച്ചു വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് വന്നതിന്റെ, അജിത് കുമാർ ഓഫീസിലേക്ക് ADGPയുടെ ഓഫീസിലേക്ക് വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരു വലിയ പിഴവാകുമോ? ആ ദൃശ്യമില്ലെങ്കിൽ ഈ കേസ് റദ്ദായി പോകുമോ? അതുകൊണ്ടാണ് വീണ്ടും ഈ പാളിപ്പോയ ഭാഗങ്ങളിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല എങ്കിൽ ADGP M.R. അജിത് കുമാർ DGPയായി സ്ഥാനക്കയറ്റം നേടും. അത് സംഭവിക്കുമോ തോമസ്? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ M.R. അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളൊരു ക്രിമിനലാണ്. അത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ ഞങ്ങളുടെ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ സർവീസ് കാലയളവ് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള പല ഇടപെടലുകളും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകമായി കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തര വകുപ്പിൽ P. ശശിയെ ഉപയോഗിച്ച് M.R. അജിത് കുമാറും ഒരു ഗൂഢസംഘവും കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്ത ചെയ്തികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥനെതിരെ തെളിവുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ ആക്രമിച്ച വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് M.R. അജിത് കുമാറാണ്. അത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുജനങ്ങൾക്കുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.